ഹലോ ഗൈസ്, നമ്മളെ ഫ്രീ ഫയറിലാണെന്ന് ലക്കി വീല് വന്നിട്ടുണ്ടല്ലോ, പുതിയ ലക്കി വീല്. അപ്പൊ എല്ലാരും അറിഞ്ഞു കാണും. ഞാൻ അപ്പൊ അത് ഇനി 4 ദിവസം കൂടിയുള്ള ലക്കി വീല്. അപ്പൊ അത് കഴിഞ്ഞാൽ ലക്കി വീല് അങ്ങോട്ട് പോവും. അപ്പൊ അതിനുള്ളിൽ നമുക്ക് സ്പിന്നിങ് ചടങ്ങ് ഉണ്ടല്ലോ, സ്പിൻ ചെയ്തിട്ട് എന്ത് കിട്ടും നമുക്ക് നോക്കി വെക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 400 ഡയമണ്ട് വെച്ചിട്ടാണ് സ്പിൻ ആക്കുന്നത്. ഞാനൊരു വീക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇനി കുറച്ച് ഡയമണ്ട് ക്ലെയിം ആക്കാനുണ്ട് കേട്ടോ. അത് മൊത്തം ക്ലെയിം ആക്കുകയാണെങ്കിൽ നമുക്ക് 500 സംതിങ് കിട്ടും. പക്ഷെ അത് ക്ലെയിം ആക്കണ ദിവസം കൊണ്ട് അത് ക്ലെയിം ആക്കാൻ നിന്നാ ഈ നമ്മളെ ലക്കി വീൽ അങ്ങോട്ട് പോകും. അപ്പൊ അതിനുള്ളിൽ നമുക്ക് സ്പിൻ ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇവിടെ 400 സംതിങ് ഡയമണ്ട് നമ്മളെ കയ്യിലുണ്ട്. ഞാൻ എന്തായാലും ലക്കി വീല് കറക്കാൻ പോവാണ്. അപ്പൊ ലൈക്ക് അടിക്കാത്തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കണ മച്ചാമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഓൾറെഡി ഫ്രീ സ്പിൻ ചെയ്താണ് കേട്ടോ. അപ്പോൾ 60% നമുക്ക് ലക്ക് കിട്ടിയിട്ടുള്ളത്. തീരെ ലക്കില്ലാത്ത അക്കൗണ്ടാണ് ഗൈസ്. ഇത് നമ്മളെ യുവമ്പി എടുത്തിട്ടുള്ള യുവമ്പി എടുക്കണ വീഡിയോ കാണാൻ തന്നെ കാണാൻ നമ്മൾ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 2-3 സ്പിന്നിങ് കൂടി ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഏതെടുക്കും ഗൈസ്? ഇതിലിപ്പോ വില കുറവുള്ളത് ഇതാണ് ട്ടാ. ഓൾ ഐറ്റംസ് ഇതാണ്. ഈ മോട്ടുകളൊക്കെ ഉണ്ട് കുറെ. ഈ മോട്ട് നൈസാണ്, പക്ഷെ ഇതൊക്കെ ഡയമണ്ട് കുറവിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവും. എന്താ ഈ മോട്ട് പോരാ, ഇതൊരു വിടലി മോട്ടാണ്, അത് വേണ്ട നമുക്ക്. പിന്നെ ഇപ്പൊ ഉള്ളത് ഞാൻ ബണ്ടിലാണ്. ഈ ബണ്ടിൽ നൈസാണ്. ഈ ബണ്ടിൽ കിട്ടാച്ച കുഴപ്പമില്ല. ഇതിന്റെ ഡ്രസ്സ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ആനിമേഷനൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്കള്ളിന്റെ ഒരു ബണ്ടിലുണ്ടല്ലോ, അത് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഡൗൺലോഡ് അല്ല, ഈ സമയത്ത് ഡൗൺലോഡ് ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. വീഡിയോ എടുക്കലും ഡൗൺലോഡ് ആക്കലും കൂടിയിട്ട് ആകെ ലാഗാവും. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും അത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ആക്കി നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ വേറൊരു റിമോട്ട് ഉണ്ട്. ഈ ഒരു ഗ്ലൂ വാൾ നൈസാണ് കേട്ടോ. ഈ ഗ്ലൂ വാൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അത് വേറെ റിമോട്ട്. ഇതൊരു ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ഇമോട്ട് പോലെ ഉണ്ട് കണ്ട. അത് കിട്ടുകയാണെങ്കിലും നൈസ് ആവും. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇപ്പൊ ഏത് എടുക്കും നോക്കിയേക്കാം. പിന്നെ വല്ല ഓൾ ഐറ്റംസ് ആണ് ഗൈസ്. പിന്നെ വല്ല ലുക്കില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഫേസ് പെയിന്റ് എടുക്കേണ്ടി വരും. പ്രിന്റ് അതാണ് ഇപ്പൊ ഇതില് ഡയമണ്ട് കുറവുള്ളത്. നമുക്ക് എന്തായാലും അത് തന്നെ എടുക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ, അതിനൊക്കെ എന്തിനാണ് കൺഗ്രാജുലേഷൻ വരുന്നു. നമുക്ക് എന്തായാലും ഓക്കെ എടുക്കാം. ഇനി നെക്സ്റ്റ് സ്പിൻ അടിച്ചു നോക്കാം ഏത് കിട്ടും ഗൈസ്. 9 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവും. 80% ഓഫർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതെടുക്കുക? റീഫ്രഷ് അടിച്ചു നോക്കണം ഗൈസ്. റീഫ്രഷ് അടിക്കന്നെ വേണ്ടി വരും. ഈ ഇമോട്ട് ഉണ്ട്, പക്ഷെ എടുത്തിട്ട് കാര്യമില്ല, അത് മുതലാവില്ല, ഡയമണ്ടിന് പോരാ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, റിഫ്രഷ് അടിക്കേണ്ടി വരും. 9 ഡയമണ്ട് കൊടുത്ത് റിഫ്രഷ് അടിക്കേണ്ടി വരുമോ? പിന്നെ ഈ ബണ്ടിൽ നൈസാണ്, അത് എടുക്കണം. വേണ്ട, ഇതൊന്നും ഇപ്പം എടുക്കണ്ട, നമുക്ക് ലാസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഏതെടുക്കും ഗൈസ്? റിഫ്രഷ് അടിക്കല്ലേ? നിങ്ങൾ പറയും ലൈക്ക് അടിക്കുക തന്നെ ലൈക്ക് അടിക്ക്. നമ്മളെന്തായാലും റിഫ്രഷ് അടിക്കാൻ പോവുകയാണ്. 9 ഡയമണ്ട് എടുത്തിട്ട് റിഫ്രഷ് അടിക്കുക, അതിനെ നന്നാവുള്ളൂ, അല്ല നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് കുറവുള്ളത് മറ്റേതാണ്, ആ ഡൈനാമിക് ഡൂവിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് തന്നെ എടുക്കുക. അതാണ് ഇതിൽ ഡയമണ്ട് കുറവുള്ളത്. മാക്സിമം നമ്മൾ ഡയമണ്ട് സേവ് ചെയ്താൽ നോക്കണം. ഓക്കെ, ഞാൻ അടുത്ത ലക്ക് നോക്കി വെക്കാം. ഏതിൽ നിൽക്കും? അവിടെ 55%. അയ്യേ, ഇതിലൊന്നും എടുത്താൽ മുതലാവൂലേ, നമ്മൾ വീണ്ടും റിഫ്രഷ് അടിക്കേണ്ടി വരും. ഇത് റിഫ്രഷ് അടിച്ചാൽ നടക്കുള്ളൂ, അല്ലാണ്ട് ഈ ഡയമണ്ടിന് ഇതൊന്നും എടുത്താൽ മുതലാവൂലടാ. ഒക്കെ ആകെ ചാളി ഐറ്റംസ്. നമുക്കിപ്പോൾ റിഫ്രഷ് അടിക്കുക കഴിച്ച്, റിഫ്രഷ് അടിക്കുക അതിനെ നടക്കുള്ളൂ. എന്ത് പറയാ നിങ്ങൾ? റിഫ്രഷ് അടിക്കല്ലേ, അതിനെ നടക്കുള്ളൂ. നമുക്ക് റിഫ്രഷ് അടിക്കാം. നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആ കൂള സാധനങ്ങളൊക്കെ തന്നെയാണ്. ആ ഗ്ലൂ വാൾ എടുത്താലൊന്നും മുതലാവില്ല. 179 ഡയമണ്ട് കൊടുക്കണം. പിന്നെ ഇതിൽ കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും റിഫ്രഷ് അടിക്കാനേ നടക്കുള്ളൂ. ഓക്കെ, ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഇതിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ മോഡ് എടുക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് കുറവുള്ള ഇതിനാണ്. 89 ഡയമണ്ട് കുറവൊന്നല്ല. അത് ഈ ഊള ഇമോട്ടിന് എന്ത് ചെയ്യും? ഇമോട്ട് എടുക്കന്നെ വേണ്ടി വരും ഗൈസ്, അല്ലാണ്ട് നടക്കൂല. എന്തായാലും ഇമോട്ട് ഞാൻ എടുക്കാൻ പോവാണ്. ഡയമണ്ട് ഒന്നും നോക്കണില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെക്ക് നോക്കി വെക്കാം. ഏത് നിൽക്കുക? 99 കിട്ടാച്ച സീനാവും. അവിടെ 70%. ഇതും റീഫ്രഷ് അടിക്കേണ്ടി വരും. ഇത് മൊത്തം റീഫ്രഷ് അടിച്ച് കളയേണ്ടി വരും. പക്ഷെ അല്ലാണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? റീഫ്രഷ് അടിക്കാം അല്ലേ? എന്ത് പറയണ? ഈ ബാറ്റ് ഒന്നും എടുക്കണ്ട, ബാറ്റിന്റെ സ്കിന്നൊക്കെ അത്യാവശ്യം ഉണ്ട്. വെറുതെ ഈ ചവറായിട്ട് 89 ഡയമണ്ട് കൊടുത്ത് എടുക്കണ്. അപ്പൊ നല്ല റിഫ്രഷ് അടിക്കാൻ പോവാണ്. അതന്നെ നടക്കുള്ള. ഈ ഗ്ലൂ വാളൊന്നും എടുത്താൽ മുതലാവില്ല. 200 ഒറ്റയടിക്ക് ആ എടുക്കാനുള്ള ഡയമണ്ട് പോലും ഇല്ല നമ്മളെ കയ്യിൽ. 242 ഉണ്ട്, പക്ഷെ എടുത്താൽ സെറ്റ് ആവില്ല. നമുക്ക് എന്ത് ചെയ്യും ഗൈസ്? റിഫ്രഷ് അടിക്കല്ലേ, അതിനെ നടക്കുള്ളൂ. റിഫ്രഷ് അടിക്കാം, നമുക്ക് എന്തായാലും റിഫ്രഷ് അടിക്കാം. 9 ഡയമണ്ടൊക്കെയാണ് പോണേ. ഇതിലിപ്പോ ആ വൗച്ചറാണ് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ ഡയമണ്ട് കുറഞ്ഞ്. നമുക്ക് എടുക്കാം.
എന്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെക്കൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വെറും 4 ലെക്കുള്ളൂ കേട്ടോ. ഇവിടെ 99. മോനെ 99. അപ്പോ 99 നമുക്ക് ഈ ബണ്ടിൽ എടുക്കാം. അതിനെ നടക്കുള്ളൂ. കണ്ട ഇതിന്റെ ബാക്കിൽ ആനിമേഷൻ ഉണ്ട്. അതിന്റെ ഹെയറും ആ ഷൂവും ആ ഒരു ഡ്രസ്സ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ആ ഷർട്ട് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മളെന്തായാലും ആ ബണ്ടിൽ എടുത്തിട്ടുണ്ട്. ലക്കി വീല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി വെറും 3 ലക്കം കൂടി ഉള്ളൂ. അത് നമ്മളെന്തായാലും നോക്കുന്നില്ല. ഓക്കെ, നമ്മളെന്തായാലും ക്ലെയിം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്പിന്നാക്കി വെക്കാം. ഏത് വരും? 50%. 50%ോടൊന്നും എടുത്താൽ മുതലാവൂല. നമുക്ക് എന്തായാലും ഇപ്പോൾ കിട്ടിയ വണ്ടിയിലൊന്ന് ഇട്ട് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. ഇതിലിപ്പോ ഇമോട്ടുകളൊന്നും എടുക്കാൻ പറ്റില്ല. ഇമോട്ടുകളൊക്കെ നൈസ് ആയിരുന്നു. ഞാൻ എന്തായാലും വെറുതെ റീഫ്രഷ് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഇമോട്ട് 199. ഇമോട്ട് സീനാടാ. പക്ഷേ നമ്മളെ കയ്യിൽ ഇപ്പോൾ അത്ര ഡയമണ്ട് ഇല്ല. ആകെ 95 ഉള്ളൂ. എന്താക്കും? ഇനിയിപ്പോ വീക്കിലി ക്ലെയിം ചെയ്യേണ്ടി വരും. അത് വരെ വെയിറ്റ് ചെയ്ത് എന്തായാലും പോവും. എന്തായാലും നമുക്കിപ്പോ കിട്ടിയ വണ്ടിയിലൊന്നേ ഇട്ട് നോക്കാം, അതിനെ നടക്കുള്ളൂ. ബാക്ക് പാക്ക് ഉണ്ട്. പക്ഷെ എടുത്തിട്ട് കാര്യമില്ല. എന്തിനാണ് ഉള്ള സാധനമൊക്കെ 49 ഡയമണ്ടോട് എടുക്കണ്? അത് ഇല്ലാണ്ട് വേറെ സാധനങ്ങളൊക്കെ ഇല്ല. നമുക്ക് എന്തായാലും 9 ഡയമണ്ട് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കാം. ഇതിലും കൂടെ ഐറ്റംസ് ആലോ. ഇത് എന്തൊരടങ്ങറോക്ക്. ഞാൻ മണ്ടത്തരം കാട്ടിയടാ. ബാക്ക് പാക്ക് എങ്കിൽ അതെങ്കിലും എടുത്താൽ മതിയായിരുന്നു. വെറുതെ ഓരോ കിഴങ്ങത്തരങ്ങൾ കാട്ടും. ഇനി ബാക്കിൽ കടിക്കാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പേ എന്ത് ചെയ്യും? നമുക്ക് ഒന്നും കൂടി ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കാം. വേണ്ട, എന്തായാലും റീഫ്രഷ് അടിച്ച് നോക്കുന്നില്ല. വെറുതെ എന്തിനാണ് ഇനി ഇതേപോലത്തെ ഓൾ ഐറ്റംസ് വന്നാൽ ഡയമണ്ട് വെറുതെ കഴിച്ചിലാവും. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് വെക്കണ്? നമുക്ക് എന്തായാലും ഇപ്പൊ കിട്ടിയ ബണ്ടിലൊന്ന് ഇട്ട് നോക്കി വെക്കാം. എങ്ങനെ പറയണ കേസ്, നിങ്ങൾക്ക് ആ ബണ്ടിൽ കിട്ടിയ നിങ്ങൾക്ക് എത്ര ലക്കിലാണ്, നിങ്ങൾക്ക് എത്ര ലക്ക് കിട്ടി നമുക്കൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ബണ്ടിൽ കിട്ടിയെങ്കിൽ ഇന്ന് പറയാം. നിങ്ങൾ ആ ബണ്ടിൽ എടുത്തെന്നുണ്ടെങ്കിൽ പറയാ. പിന്നെ ആ ബണ്ടിൽ നൈസാണോ ഗൈസ് നിങ്ങൾ പറയണോ. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ഈ ഹെയർ ഇട്ടോക്കാം. ഹെയർ നൈസ് ആയിട്ടുണ്ടല്ലേ. പക്ഷെ ഈ ഒരു കോസ്റ്റ്യൂമിന് കാണാൻ ലുക്കില്ല. നമുക്ക് എന്തായാലും ആ ഒരു ഷർട്ടും കൂടി ഒന്ന് മാറ്റി വെക്കാം. ഹെയർ അതിടട്ടെ. പിന്നെ ഗ്ലാസ്സിൽ പോരാ. ഫേസ് പെയിന്റ് ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ടില്ല. ഓക്കെ, ഈ ഒരു ഷർട്ട് കുഴപ്പമില്ല, നൈസ് ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഫാൻറ്റും ടൈപ്പ് സാധനം അല്ല, ഫാൻറ്റ് വിടല് സാധനം. ഈ ഒരു ഷൂവും കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, ഷൂവും നൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഹെയറും കൂടി ഇട്ടാൽ സെറ്റ് ആവും. ആ തൊപ്പി ഒന്ന് മാറ്റണം. എന്തായാലും ഹെയറും കൂടി ഇട്ടാൽ സെറ്റ് ആവും. ഈ ഷൂവിനായിട്ട് നൈസ് ആയിട്ടുണ്ട്. ഈ ഷൂ കണ്ട ബാക്കിൽ നിന്ന് എന്തൊരു വാല് പോലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ഹെയറും കൂടി മാറ്റിയിടാം. ഓക്കെ, സെറ്റ്. ഇപ്പൊ അവനെ കാണാൻ തന്നെ വേറെ ലുക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയും. ഈ ബണ്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും. എല്ലാവരും ജസ്റ്റ് കമന്റിലുണ്ട് പറയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ലക്കി വീല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുള്ള വീഡിയോ ഇപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്ക്. പിന്നെ നമ്മൾ ഡെയിലി ലൈവ് സ്ട്രീം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോർണിംഗ് ആണ് ലൈവ് ഇടുന്നത്. എല്ലാവരും ലൈവിൽ വന്ന് പവർ ആക്കുക. റൂം മാച്ച് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.